ഹലോ, വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റി ലോകനാസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സ്ത്രീക്ക് എങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയ അറിവ് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഷീ ലൈക്സ് ടു ഹാവ് ഹിസ് ടൈം. തൻ്റെ പാർട്ട്ണറുടെ സമയമാണ് ഒരു സ്ത്രീക്ക് വേണ്ടത്. ഇലക്ട്രോണിക് ഡിവൈസുകളല്ല, വിലക്കൂടിയ ഗിഫ്റ്റുകളല്ല, ഒന്നുമല്ല, സമയം. പിന്നെ എന്താണ്, ടച്ച് അല്ലേ, എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെസ്സിലാകുമ്പോൾ ആരുടെയെങ്കിലും ടച്ചാണ് ആഗ്രഹിക്കുന്നത്. ഈവൻ ഞാൻ എൻ്റെ മോൻ്റെ മടിയിൽ വരെ പോയി കിടക്കും. അവൻ്റെ ചെറിയ കുഞ്ഞി കൈ ചെറുതിലെ നമ്മളൊത്തിരി ആശ്വസിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ തിരിച്ച് അത് കിട്ടാനായിട്ട് എല്ലാ സ്ത്രീയും എപ്പോഴും ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും കൊടുക്കാനും അത് തിരിച്ചു കിട്ടാനും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി ഫ്രം ദ പാർട്ട്ണർ. അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല. ഒരു ചെറിയ ടാപ്പ് അവളുടെ ഫോർഹെഡിൽ അത് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ഷിഫ്റ്റ് ഉണ്ടാക്കും. വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഹഗ്, അതിനൊന്നും ആരെയും നോക്കേണ്ട കാര്യമില്ല. ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ അല്ലേ. നമ്മളിപ്പോൾ മൊറാലിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുക. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന സമയത്ത് നൽകുക എന്നുള്ളതാണ് ഓരോ രണ്ട് പാർട്ട്ണറിൻ്റെയും എന്താ പറയുക, ധർമ്മം എന്ന് പറയുന്നത്. ഇനി സ്ത്രീ ഭയങ്കരമായ അച്ചടക്കത്തിലൂടെ വളർന്ന് കുലസ്ത്രീ എന്ന് പറയുന്നതിൽ ഒന്നും അറിയാതെ ഭാവിക്കുന്നതും വളരെയധികം ദാമ്പത്യ ബന്ധത്തിനെ ബാധിക്കും. ഈച്ച് വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കോൺട്രിബ്യൂഷൻ ഈവൻ അറ്റ് ദ ടൈം ഓഫ് സെക്സ്. അതിനു വേണ്ടിയിട്ട് തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത്. എന്താണ് എൻ്റെ ഇഷ്ടം, എനിക്കിതൊക്കെയാണ് ഇഷ്ടം, ഐ ഫീൽ മോർ കംഫർട്ടബിൾ വെൻ യു ആർ ടച്ചിങ് മീ ബൈ ദിസ് സൈഡ് എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ സബ്മിസീവായിട്ടോ ഡോർമെൻ്റ് ആയിട്ടോ എന്താ പറയുക ഇരിക്കുന്നത് യാതൊരു കാര്യമില്ല. രണ്ടു പേർക്കും ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ കാര്യങ്ങൾ പറയുക. ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അത് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാൻ കഴിയുക അല്ലേ. ലൈഫ് ഇസ് ജസ്റ്റ് എ ഡ്രാമ. അതിൻ്റെ ഉള്ളിൽ വേറൊരു ഡ്രാമയാണെന്ന് വിചാരിക്കുക. സോ ടു മേക്ക് ദാറ്റ് ഡ്രാമ മോർ എഫക്റ്റീവ് യു ക്യാൻ പ്ലേ യുവർ പാർട്ട് വെൽ അല്ലേ. അതിന് സൗണ്ട് വേണം, അതിന് വേണ്ട രീതിയിലുള്ള ടെക്നിക്സ് ആൻഡ് ടെക്നോളജീസ് വേണം, ലൈറ്റ്സ് വേണം. എസ്പെഷ്യലി സ്ത്രീകൾ കുറച്ച് എന്താ പറയുക, അവരുടെ മൂഡൊക്കെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താണ് പറയുന്നത്, പല കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള പല സംഗതികളും വേണ്ടി വരും. മ്യൂസിക് അല്ലേ, എസ്പെഷ്യലി വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഹി ഓർ ഷീ നീഡ്സ് എന്നുള്ളത് കാലക്രമേണ മനസ്സിലാവും. പിന്നെ ലൈറ്റ്, സം ഫീൽസ് കംഫർട്ടബിൾ വെൻ ഇൻ ലൈറ്റ്, സം ലൈക്സ് ഡാർക്ക്നെസ്. അതെന്താണെന്ന് തുറന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇമോഷണലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് ദെൻ ഏറ്റവും മോസ്റ്റ് പ്രോബബ്ലി ബെഡ്റൂമിലേക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഇനിയിപ്പോൾ കൊണ്ടുവന്നാൽ തന്നെ ഒരു നല്ല ലിസണറായിട്ടിരിക്കുക. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. ആൻഡ് ഷീ ഡസൻ നീഡ്സ് എ സൊല്യൂഷൻ ബട്ട് 2 years ടു ഹിയർ. അത്രയും മതി. അപ്പോൾ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിൻ്റെ കാര്യം ഇതിങ്ങനെ കുറഞ്ഞു പോകുന്നതാണ്. ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കിനും എല്ലാം അടച്ചുപൂട്ടി ബെഡിൻ്റെ 2 വശത്തായിട്ടും കിടക്കേണ്ടി വരുന്നതും പിന്നെ ജീവിതം ഭയങ്കര മൊണോട്ടണസ് ആകുന്നതും. ബട്ട് ഇൻസ്റ്റെഡ് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചറിയണം, യു മസ്റ്റ് ബി കൺഫേംഡ് അബൌട്ട് ദ നീഡ്സ് ഓഫ് ദ പാർട്ട്ണർ. എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ടാബുവും നമ്മുടെ ഷെയിമും ഒക്കെ ഇല്ലാതാവും. ആ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കുഡ് ബി മോർ ഈസി അല്ലേ. പിന്നെ ആ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരും. അപ്പോൾ നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റും. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്ലിസ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എ വുമൻ ഷുഡ് ബി ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആൻഡ് എ മാൻ ഷുഡ് ബി ഫിസിക്കലി സാറ്റിസ്ഫൈഡ്. അതാണ് യഥാർത്ഥ ജീവിത മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും
ഒരു ബാലൻസിലൂടെ എത്തുന്നത് വഴി അവരൊരു സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അവർ യാത്ര തുടങ്ങിയാൽ ആ യാത്രയുടെ ഒരു സുഖം എന്ന് പറയുന്നത് ആസ്വദിച്ചാലും മതി വരില്ല. സോ ബി ടുഗെദർ, കമ്പീറ്റ് ടുഗെദർ, ഡോണ്ട് കമ്പൽ ഈച്ച് അതർ, ടച്ച് ടുഗെദർ, ബി ഇൻ ടച്ച് വെൻ ഹി ഓർ ഷീ ഇസ് ഫാർ അവേ ഫ്രം യു. ആ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. കുറച്ചൊക്കെ ഡ്രമാറ്റൈസ് ചെയ്യുക ജീവിതം, റിയാലിറ്റിയിൽ നിന്നും കുറച്ച് മാറി നിൽക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. സോ താങ്ക് യു ഫോർ ദ ടൈം ബീങ്. ബൈ.